ദാണ്ട കട്ടള വെച്ചേക്കുന്നത്. അയ്യോ എടാ സ്കാനർ. ആണറാ എനിക്കൊന്നും അറിയണമല്ല. എന്റെ അപ്പനെ വിളിടാ, എന്റെ അപ്പനെ വിളിടാ, കുടുംബക്കാരെ വിളിടാ. നീ എന്താണ് കിടന്ന് വെള്ളം വെക്കുന്നത്? എന്നെ തെറി വിളിച്ചാൽ ഞാനും വിളിക്കും. അതിനോട് ആര് തെറി വിളിച്ചത്? ഇവൻ വിളിച്ച്. എന്തോന്ന്? ഞാൻ കണ്ടിട്ടുള്ള സിനിമയിൽ തെറി വിളിക്കുമ്പോ അതല്ല കിട്ടിയപ്പോ മതിയായില്ല. സംഭവം എന്താണെന്നറിയാം? എടാ നമ്മളെ കയ്യിൽ ബിസ്ക്കറ്റ് വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ടൂട്ട് കിടന്നടിക്കും. ദൈവമേ, ഇവിടുത്തെ ഓഫീസർമാരൊക്കെ പൊക്കേനായിരുന്നു നിന്നെ കേട്ടോ. എനിക്ക് നേരത്തെ പറഞ്ഞ എന്താ എന്റെ പോക്കറ്റിൽ ഒരു ക്രീം ബിസ്ക്കറ്റ് കവർ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നെ പിടിച്ചേനെണ്ണ. എടാ അതല്ല, സ്വർണ്ണ ബിസ്ക്കറ്റ്. ഉദാഹരണത്തിന് നിന്റെ വയറ്റിനകത്ത് ഇപ്പൊ 5 കോടിയുടെ രത്നങ്ങളാ കിടക്കുന്നത്. 5 കോടി? എതുക്കപ്പറ എടാ, ഇതെങ്ങനെ ഓഫീസർമാരെ കണ്ടാ പിടിക്കത്തില്ലേ? ഗോപി സുന്ദർ ഇവിടെയാണോ ജോലി? ഗോപി സുന്ദർ സംഗീത സംവിധായകൻ. എന്നെ പിടിക്കുമെന്ന് പറഞ്ഞു. എടാ ഗോപി സുന്ദരല്ല, പിന്നെ ഓഫീസർമാര്. ഓ അങ്ങനെ പറഞ്ഞ മനസ്സിലായല്ലോ. എനിക്ക് പേടിയാവുന്ന പേടിയാവും. നിന്റെ സംബന്ധ വീട്ടിലല്ല കൊണ്ട് കയറ്റിയേക്കുന്നത് കേട്ടോ. എടാ ഇതാണ് എയർപോർട്ട്. പ്ലേറ്റ് ഒക്കെ നിരത്തി ഇട്ടേക്കുന്ന കണ്ടാ? ഇവിടെ അന്നദാനം ഉണ്ടോ? എന്തിന് പ്ലേറ്റ് ഒക്കെ നിരത്തി വെച്ചേക്കുന്നു? താണ്ടെ ഞാൻ ക്യൂവിലൊന്നും മേടിക്കൂല. എനിക്ക് നാണക്കേടാണ്. ഉരുട്ടി പിണി വായി തന്നാലോ? എനിക്കാരും വായി വെച്ചിരുന്ന ഇഷ്ടമല്ല. അയ്യോ അണ്ണന് തലവേദന അണ്ണ. അയ്യോ ജലദോഷമുണ്ട്. അയ്യോ പല്ലുവേന. അണ്ണ ഗൾഫിൽ ചെന്നാലേ നല്ല കോടാലി തൈല കിട്ടും. അത് മേടിച്ച് വെച്ചാ മതി. ഇന്ന് മാറേടാ. എന്തു അണ്ണ? വലിയൊരു കോടാലി കിട്ടുമെന്ന് ഞാൻ നോക്കുവാ. അണ്ണ മരം മുറിക്കാൻ പോണ മണ്ട വളക്കാനായിട്ട്. എന്തിനാ? ഒരൊറ്റ അടി എന്നാ ചെവി കൂടെ വണ്ട ഇറങ്ങി പോകാൻ പറഞ്ഞേ. ഒരു അടി അണ്ണ. എന്തിന്? ഇന്നലെ എന്തായാലും കയറി പോയി വണ്ടാണെങ്കിൽ ഞാൻ ഇറങ്ങി പോകും. ഞാനിതാരോട് പറയാ? എന്തിനാ കണ്ടോമാരത്തൊക്കെ ചെന്ന് പറയുന്നത്? ഞാൻ നിൽക്കല്ലേ, എന്നോട് പറയണ. അയ്യോ ഫ്രാങ്ക്ലി വരുന്നു. ഹലോ മിസ്റ്റർ സുബ്രു. ഹലോ മിസ്റ്റർ പങ്കളി. പങ്കളിയാ? എടാ എന്റെ പേര് മാറ്റിയാ? ഫ്രാങ്ക്ലിൻ. കണ്ട മൗഗുളിയുടെ ലുക്കാണ് കേട്ടോ. നമ്മൾ ഓപ്പറേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം ശരിയാണ്, ഓക്കെ ആണ്. നിൽക്കുന്നുണ്ടോ? 5 കോടിയുടെ ഉരുപ്പടിയും വയറ്റിട്ടുണ്ട് തെള്ളി പിടിക്കുന്ന ഫിംഫ് കണ്ടോ നീ? ഇതുപോലൊരു സാധനത്തിന് ഒപ്പിക്കാൻ എന്തുമാത്രം പെട്ടെന്നറിയാവോ? സുപ്രൻ എന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി കൊടുക്ക. ഹലോ അറിയാം. കരിയിലക്കിളി, അയ്യോ ഇതിന്റെ പേരെന്റെ വായി കൊള്ളുന്നില്ല. ആയിക്കൊള്ള ഒട്ടാപ്പക്ഷയുടെ മൊട്ടയല്ല പുടുങ്ങി തരുന്നത് കേട്ടോ. ഫ്രാങ്ക്ലി അവന്റെ പേരാ പറഞ്ഞത്. ഫ്രാങ്ക്ലി. മിസ്റ്റർ സുരേഷ്, 5 കോടിയാണ് താങ്കളുടെ വയറ്റിനകത്ത് കിടക്കുന്നത്. അയ്യോ എന്റെ വയറ്റിൽ 5 കോടിയേ ഉള്ളു. എന്റെ പോക്കറ്റിൽ 12 കോടിയുണ്ട്. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടമല്ലേ? മുട്ടക്കറിയും കൂട്ടി എനിക്കും വേണം. എന്തോന്ന്? മാമൻ കൊണ്ടുവന്ന പുട്ട് കുറ്റിയിൽ ചില്ല് കളാതെ അണ്ണാക്കി ചാടിച്ച് കയറ്റും. ഞങ്ങൾ അറിഞ്ഞ് 5 കോടിക്കാണ് നിന്നെ ഇവിടുന്ന് അങ്ങോട്ടോട്ട് കയറ്റി വിടുന്നത്. പിന്നെ അറിയാതെ 12 കോടി നീ ഇവിടുന്ന് പൊക്കി. 12 കോടിയുടെ വിഷു ബമ്പർ. അയ്യോ താണ്ടടാ, കഴിഞ്ഞ വർഷത്തെ എടുത്തവൻ അടിച്ച് വീടും വെച്ച് പെണ്ണിനെ കെട്ടിച്ച് അവ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നു. എന്റെ ബമ്പർ കീറി. എന്റെ പൊന്നെ, കുറച്ച് നേരത്തേക്ക് ഞാൻ ഇവിടെ തീ തിന്നുവായിരുന്നു. ഈ ദിനം അണ്ണൻ ആര് വ്യാളിയാ?